അല്ല, ഇത് വേഗതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് എന്നതുകൊണ്ട് ഒരു ആത്മവിശ്വാസം സമയബന്ധിതമായി പണികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുണ്ട്. ടൗൺഷിപ്പ് രാജ്യത്തിന് മാതൃകയാണ്. സർക്കാർ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ടൗൺഷിപ്പ് പണിയുന്നത്. എല്ലാ വീടും ഒരേ രീതിയിലാണ് പണിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ ഒരുമയുണ്ടാവും. മാത്രമല്ല, വീടിന് പുറമെ എന്തൊക്കെ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾക്കുണ്ടാകുന്നുവോ അതെല്ലാം വിദ്യാഭ്യാസ, ആരോഗ്യ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഈ ടൗൺഷിപ്പിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും, വ്യാപാരം ഉൾപ്പെടെ. അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി തീരും. പക്ഷേ കോൺഗ്രസ്സിനോടും യൂത്ത് കോൺഗ്രസ്സിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ പിരിച്ച കാശ് വൈകി എങ്കിലും ഈ ടൗൺഷിപ്പ് പടുത്തുയർത്തി എന്ന പശ്ചാത്തലത്തിൽ സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾ ആർക്കൊക്കെ വീട് കൊടുക്കാനാണോ ആഗ്രഹിക്കുന്നത് അവരെ പോലും ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഒരു ദുരന്തത്തിൽ ജീവൻ രക്ഷപ്പെട്ടവർക്കാണ് ഇവിടെ പുനരധിവാസ പാക്കേജ്. അവരെ മറ്റൊരു ദുരന്തത്തിലേക്ക് നിങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലത്തേക്ക് അയക്കരുത്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ടൗൺഷിപ്പ് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയത്തക്ക നിലയിൽ കോൺഗ്രസ്സിൽ പണിയുന്ന വീടിൽ അപേക്ഷ കൊടുത്തു നിൽക്കുന്നവരുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നാണ് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഈ പണിയൊക്കെ പൂർത്തീകരിച്ചു വരുന്നു എന്നുള്ളത് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ അവരിവിടെ ടൗൺഷിപ്പിൻ്റെ പണി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ടൗൺഷിപ്പിൻ്റെ പണി ഓരോ വീടിൻ്റെയും പണിയെടുക്കുന്നത് കാണുക, എന്നിട്ടൊരു തീരുമാനം അവരെടുക്കണം. അല്ലാതെ വയനാട്ടിൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ മറ്റൊരു ദുരന്തത്തിനിടയാക്കുന്ന വിധം ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകരുത്.